കേരള നല്ല സ്മൂത്താണല്ലേ? അപ്പൊ യാത്രകൾക്ക് പുതിയ പുതിയ അനുഭവങ്ങളും ഫാഷനും ഒക്കെ ചേർത്തുള്ള ഒരു ബസ്സാണിത്. കുറച്ച് പണികൾ വേറെയുണ്ട്. അപ്പോൾ എറണാകുളത്തേക്ക് എത്തണം. അപ്പോൾ ഞാൻ ഒന്ന് സ്പീഡാക്കിയതാണ്. പിന്നെ രാത്രി ആവാറായി. അപ്പോൾ ഇവിടെ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണേ കേട്ടോ. നമസ്കാരം, വണ്ടിപ്പച്ചനാണ് കേട്ടോ. വണ്ടിപ്പച്ചൻ എന്നുള്ളത് ഒരു ഡെലിവറി ഫംഗ്ഷന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റാരുടെ അല്ല, കിങ് ലൈൻ ട്രാവൽസ് അവർ ഒരു സെക്കൻഡ് സീരീസ് വണ്ടി കൂടിയും വന്നിട്ടുണ്ട്. അതിന് മുന്നേ അവർക്ക് വണ്ടിയുള്ളതാണ് കണ്ണൂർ ചെറുപുഴ ബാംഗ്ലൂർ റൂട്ടിൽ. അപ്പോൾ ഇത്തവണ വന്നിട്ടുള്ളത് ദാമോദർ രുദ്ര മോഡൽ വണ്ടിയാണ് അവർ ബോഡി കെട്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ഭാരത് ബെൻസിൻ്റെ ഷാസിയിൽ. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഫംഗ്ഷനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 3 മണിക്കാണ് ഡെലിവറി പറഞ്ഞത്. ഞാനൊരു 1 മണിയാകുമ്പോഴേക്കാണ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കയറുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും അതിൻ്റെ മുകളിൽ പാവുമുണ്ട് കെട്ടുന്നതും മാല തൂക്കണതൊക്കെയാണ് കണ്ടത്. അപ്പോൾ ചുമ്മാ ഇരിക്കണ നേരം കൊണ്ട് നമ്മൾ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു വെച്ചു. എപ്പോഴാണ് നമുക്ക് ക്ലിപ്പിന് കിട്ടാതിരിക്കുമോ എന്നറിയില്ല. അപ്പോൾ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഇതാണ്, ദാമോദർ രുദ്രയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷവും കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഈ ഡെലിവറിയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ വരുമ്പോൾ അധികം ആളില്ലെങ്കിലും പിന്നീട് ആൾക്കാർ ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത് കേട്ടോ. ചണ്ടവാദ്യങ്ങളും അതും ഇതും ഇങ്ങനൊരു ഗംഭീര ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ടോ അറ്റൻഡ് ചെയ്യണത്. ഇത്രയും ഗംഭീരമായിട്ടുള്ളത്. മുന്നേ ടൂറിസ്റ്റ് ബസ്സുകളിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കൊന്നും ഗംഭീര ആവാറില്ല. ഇത് അതിഗംഭീരമായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. ഇതിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് കിങ് ലൈൻ ട്രാവൽസിൻ്റെ ഓണറായ പ്രിൻറ്റോ സാറും ടിജോ സാറാണ്. അപ്പോൾ 2 പേർക്കും എൻ്റെ ആശംസകളും ഒപ്പം തന്നെ താങ്ക്സും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴേക്കും തന്നെ വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ കടൽമച്ചാൻ അവിടെ എത്തിച്ചേർന്നു. അതായത് നമ്മുടെ ഓണർമാരുടെ സുഹൃത്താണ് കടൽമച്ചാൻ. അദ്ദേഹം ഒരു 10 ലക്ഷത്തിൻ്റെ മേലെ ഫോളോവേഴ്സുള്ള വലിയൊരു യൂട്യൂബറാണ് കടൽമച്ചാൻ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി അടക്കമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിൽക്കണ ആ 2 പേര് സ്വീകരിച്ച് നിൽക്കണില്ല, അവരാണ് ഇതിൻ്റെ ഓണർമാർ, അതായത് പ്രിൻറ്റോ ചേട്ടനും ടിജോ ചേട്ടനും. അപ്പോൾ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എന്തായാലും ഈ കടൽമച്ചം വന്നതോടുകൂടി അവിടെ ഒരു വലിയൊരു ഓളം തന്നെ ഉണ്ടായിട്ടോ. ആൾ വന്നതോടുകൂടി ആളൊരു കസവുമ്പുണ്ടൊക്കെ എടുത്ത് പിന്നെ ആളണ്ട് ഇറങ്ങി. അവിടെ പൂണ്ട് വിളയാടാന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ മൂപ്പര് അങ്ങോട്ട് ആടി തിമിർത്തു. എന്തായാലും അടിപൊളിയുണ്ടായിരുന്നു. ആൾ നല്ല എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ എനർജറ്റിക് ആവാതിരിക്കൂല, കാരണം അവിടെ ചെണ്ടവാദ്യങ്ങൾ ഇങ്ങനെ ഗംഭീര മുഴക്ക. ജസ്റ്റ് ഒന്നൊക്കെ കേട്ട് നോക്ക് നിങ്ങളതൊക്കെ.
ചെറിയ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഓഫീസ് റൂമിലേക്ക് അവരെ കയറ്റിയിരുത്തി. ഭാരത് ബെൻസ് വണ്ടി എടുക്കുമ്പോൾ അവിടെ നമ്മുടെ കഴിഞ്ഞ മേക്കറുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഓഫീസിലിരുത്തി നമുക്ക് ചെറിയൊരു ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഞാൻ അപ്പോഴേക്കൊന്ന് ജസ്റ്റ് പുറത്ത് ചാടുമ്പോൾ മേളം അങ്ങനെ മുറുകി. ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോടുകൂടി പിന്നെ കേക്ക് കട്ടിംഗ് ആണ്. ഭാരത് ബെൻസിൻ്റെ വകയാണ് ഓട്ടപ്പാൻ ട്രക്കിംഗ് ഉണ്ട്, ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്. അപ്പോൾ വെൽക്കം ടു മോട്ടറിങ്. അപ്പോൾ അവിടെ കിങ് ലൈൻ്റെ ഒരു കേക്ക് അവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള മുഹൂർത്തം. ഒരുപാട് നല്ലൊരു മുഹൂർത്തത്തിലേക്ക് എപ്പോഴും ഈ അടുത്തായിട്ട് എനിക്ക് എപ്പോഴും എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് നന്ദി. ഇതൊക്കെ അവരുടെ വണ്ടികൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ എന്തായാലും നമ്മളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കടമ്പച്ചാനും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വെച്ച് നടന്നു. അതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള മുഹൂർത്തം കീ ഹാൻഡ് ഓവറിങ് കാര്യങ്ങൾ. അപ്പോൾ ഏതൊരു വണ്ടി സ്നേഹിയെ സംബന്ധിച്ചും ആ കീ കൊണ്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ഇഷ്ടംപോലെ ക്യാമറ ടീമുകളും അതുപോലെ തന്നെ ഡ്രോണും ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും വിഷ്വൽസൊക്കെ ശരിക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആംഗിളൊക്കെ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ അവരുടെ ഇടയിൽ പോയിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പ്രൊഫഷണൽ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള മുഹൂർത്തം. കിങ് ലൈൻ ട്രാവൽസിൻ്റെ ഓണർമാർ അവരുടെ കീ മേടിക്കണ ആ ഒരു സുന്ദര നിമിഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാ ആശംസകളും നേരെയാണ് കിങ് ലൈൻ ട്രാവൽസിന്. ആ ഗിൽറ്റ് എറിഞ്ഞ് പൊട്ടണതും അതുപോലെ തന്നെ ആ മറ്റേ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള ആ ഒരു മേശപ്പൂവും വല്ലാത്ത രസമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല.
അതിനുശേഷം ഭാരത് ബെൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടി സ്വീകരിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തം. ഇതോടുകൂടി നമ്മുടെ ഡെലിവറി ഫംഗ്ഷൻ അവസാനിച്ചു. പിന്നെ അതിനുശേഷം ഒരു ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ഉണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വകയുള്ള കേക്ക് കട്ടിങ് കടൽമച്ചാനാണ് കട്ട് ചെയ്തത് കേട്ടോ. കടൽമച്ചാൻ കട്ട് ചെയ്തതിന് ശേഷം അവിടെ എല്ലാവർക്കും അത് വിതരണമൊക്കെ ചെയ്തു. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഡെലിവറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി പുറത്തിറങ്ങി നമുക്കൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിനുശേഷം ഒരു റിവ്യൂ കൂടി ചെയ്യേണ്ട വണ്ടി. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. എയർപോർട്ട് റോഡിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കേണ്ട കാരണം എന്താ വെച്ചാൽ എയർപോർട്ട് റോഡിൽ നമുക്കൊരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഫോട്ടോഗ്രാഫർമാരും വന്നവരെല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിലായിട്ട്, ഒരു വണ്ടിയല്ല കേട്ടോ, കുറേ വണ്ടികളിലായിട്ട് നിങ്ങൾ ആ എയർപോർട്ട് ഭാഗത്തേക്ക് പോവുകയാണ്. അതാണ് അതിൽ വിഷയിൽ കൊടുത്തത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിനി എവിടെയിൽ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു റിവ്യൂ കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ട് ഭാഗത്തേക്ക് വന്നിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രുദ്ര മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കടൽ മച്ചാൻ എന്ന് പറഞ്ഞ മച്ചാൻ ഇവിടെ ഉണ്ട്. ഫേമസ് യൂട്യൂബറാണല്ലോ അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ ആളാണിത് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രുദ്രയുടെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ എല്ലാവരും കൂട്ടത്തോടു കൂടി നിൽക്കണ കാരണം അധികം നമുക്ക് കൂടുതൽ റിവ്യൂ ആയിട്ട് ഞാൻ പറയണില്ല. ജസ്റ്റ് മുന്നേ കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൽ കണക്ട് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണെന്ന് മാത്രം. രുദ്രയുടെ ദാമോദറിൻ്റെ രുദ്ര എന്ന് പറയും. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഇവിടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെയായിരുന്നില്ല, അത് അടച്ച ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് ഒരു കണ്ടില്ല ഹണി കോമ്പ് ഗ്രില്ലിനോട് സാമ്യമുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അത്രയും എനിക്ക് ചെറിയ മാറ്റം തോന്നിയിട്ടില്ല, വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കിയൊക്കെ പഴയ വീഡിയോ നമ്മൾ ചെയ്ത് കണ്ടാൽ മൈൽ കണക്റ്റിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഹെഡ് ലാമ്പ്സ് അതുപോലെ മോഡുള്ള ഈ ലൈറ്റ് ഇതൊക്കെ പഴയ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. രുദ്ര എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി മാറ്റങ്ങളൊന്നും ഇല്ല, സെയിം അത് തന്നെയാണ്. ദാമോദറിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 2 വണ്ടിയാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. കിങ് ലൈൻ ട്രാവൽസ് കണ്ണൂർ ബാംഗ്ലൂരാണ് ഓടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. ഇപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് വന്നുള്ളൂ. അവരവരെ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വരുമ്പോഴേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെ ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മൾ കൂടിയും പെടുമ്പോൾ നമുക്ക് വേണ്ട ആ വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ ഭംഗി പോവും. അതാണ് ഒരു പ്രശ്നം. അതായത് അവിയിൽ പരിവായ എന്താ അവസ്ഥ, അതാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡെലിവറി വീഡിയോയിലേക്ക് ഞാൻ പോവാറില്ല. അപ്പോൾ എന്തായാലും ഉള്ളതുകൊണ്ട് നന്നാക്കാം. ഇപ്പോൾ വണ്ടിയുടെ ഡിസൈനും പാറ്റേണും കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നുണ്ട് അല്ലേ, നല്ലൊരു രസമായിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് എമർജൻസി എക്സിറ്റ് ഇപ്പോൾ വരുന്നത് ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അല്ല കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൈൽ കണക്ട് ചെയ്ത സമയത്ത് കുറച്ച് ധൃതി കൂടുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇവർക്ക് പോയിട്ട് കുറച്ച് പണികൾ വേറെയുണ്ട്. അപ്പോൾ എറണാകുളത്തേക്ക് എത്തണം. അപ്പോൾ ഞാൻ ഒന്ന് സ്പീഡാക്കിയതാണ്. പിന്നെ രാത്രി ആവാറായി. അപ്പോൾ ഇവിടെ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ കണ്ടോ, നമ്മുടെ SLX വോൾവോ ഇല്ലേ അതിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡ് പാറ്റേൺ ഒക്കെ പോയേക്കണം കേട്ടോ. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. സൈഡ് ചെരിച്ചിട്ടാണ് ഗ്ലാസ് പാറ്റേൺ പോയിട്ടുള്ളത്. ഗ്ലാസ് ചെരിച്ച് ടൈപ്പ് ആകുമ്പോഴേ നല്ല ഭംഗിയാണ് കാണാൻ.
എന്തായാലും എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു വണ്ടി. നമുക്കിനി ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പോലെ അല്ല കേട്ടോ, റിവ്യൂ അല്ലാതെ ഡെലിവറി ഫംഗ്ഷൻ എന്ന രീതിയിൽ ഇങ്ങനൊരു വണ്ടി വരുന്നുണ്ടെന്ന് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ അവരുടെയൊക്കെ വണ്ടികളാണ് ഈ കിടക്കണേ കേട്ടോ മുഴുവൻ. ഫോട്ടോഗ്രാഫർമാരും അവർ കടൽമച്ചാൻ്റെ ഇവരുടെയൊക്കെ വണ്ടികളുണ്ട് ഇതിൽ. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ ഇതാണ് ഞാൻ മൈൽ കണക്ട് ചെയ്ത സമയത്തുള്ള അതേ സംഭവമാണ്, വേറെ ഒന്നുമില്ല. 7 മാസം മുന്നേ നമ്മൾ മൈൽ കണക്ട് ചെയ്തത്. ദാമോദർ എന്നുകൊണ്ട് കാണാം, KL കിങ് ലൈൻ്റെ അവിടെ ലോഗോ, പിന്നെ ബാംഗ്ലൂർ, കണ്ണൂർ, ചെറുപുഴ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, എഴുതിയെടുത്തോളൂ. അപ്പോൾ ബാക്ക് വരുമ്പോഴും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, സെയിം അതേ പഴയ വീഡിയോ ചെയ്ത അതേ ഇത് തന്നെയാണ്. ഹെഡ് ലാമ്പ്സ് കാണാൻ നല്ല രസമല്ലേ, ഇതിങ്ങനെ ഓടിക്കളിക്കണ ഒരു ടൈൽ ലാമ്പ്സ്, ഹെഡ് ലാമ്പ്സ് എന്നാണ് പറഞ്ഞത്. ധൃതി കൂടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് അതെ. അപ്പോൾ എന്തായാലും വണ്ടിയെ ഒരു രക്ഷയില്ല. പുറകുന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മളെ മൈലിൽ നമ്മൾ പറഞ്ഞത് സെറ്റപ്പ് തന്നെ, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ള കാഴ്ചകൾ. ഈ ഒരു വണ്ടി ഡിസൈൻ കുറച്ചുകൂടി മാറ്റമുണ്ട്, മറ്റേ വണ്ടിയെക്കാട്ടും ചെറിയൊരു മാറ്റം കൂടിയും ഈ ഒരു വണ്ടിക്കുണ്ട്. സീറ്റർ കം സ്ലീപ്പറാണ് വണ്ടി വരുന്നത്. അവിടെ ബാക്കിലെ ഹെഡ് ലാമ്പ്സ് പറഞ്ഞത് ടെയിൽ ലാമ്പ്സിൻ്റെ ഹെഡ് ലാമ്പ്സ് എന്ന് പറഞ്ഞത് ധൃതി കൂടുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ ഓരോന്ന് പറ്റിപ്പോവും, അതാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ സൈഡിൽ കിങ് ലൈൻ കൊടുത്തിട്ടുണ്ട്. 2+ പ്രീമിയം ക്ലാസ് AC സീറ്റ് ആൻഡ് സ്ലീപ്പർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട് വണ്ടി ഓവറോൾ കാണാനായിട്ട്, ഡിസൈനും കാര്യങ്ങളൊക്കെ. ദാമോദർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡിൽ ഇതുപോലെ അവരുടെ റെസ്റ്റ് റൂം, ചാർജിങ് പോർട്ടൽ, CCTV സർവൈലൻസ് ക്യാമറ, ലൈവ് ട്രാക്കിംഗ്, ട്രെയിൻഡ് ക്രൂ, വുമൺ സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വാഷ്റൂമുള്ള വണ്ടിയാണ് കേട്ടോ, അത് നല്ലൊരു സൗകര്യമാണ് വാഷ്റൂമുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഡയബറ്റീസ് പേഷ്യൻസും അവരൊക്കെ ഉള്ളവർക്ക് ഈ വാഷ്റൂം വണ്ടി എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നും മൊത്തത്തെ ഓവറോൾ വണ്ടിയുടെ ലുക്ക് കാഴ്ചകളൊക്കെ. വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, നല്ല സെറ്റാണ് കാണാനൊക്കെ ആയിട്ട്. മാലയൊക്കെ തൂക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഡെലിവറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ഗംഭീര ഡെലിവറിയാണ്, ഞാൻ ഇങ്ങനെ ഒരു ഡെലിവറി കണ്ടിട്ടില്ല, അത്രയും ഗംഭീരമായിരുന്നു ഡെലിവറി ഫംഗ്ഷനൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും നേടിയാണ് കിങ് ലൈൻ ട്രാവൽസിന് കേട്ടോ. നമ്മൾ ജസ്റ്റ് കൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഡോറ് വന്നിരുന്നു. ഈ ഡോറ് വന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞത് ഓടി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്ന്. ആ സംഭവം ഡോറ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വോൾവോ ബസ് ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ മുകളിൽ തലയിടിച്ച് ആള് ഗുരുതരാവസ്ഥയിലായത്. അപ്പോൾ അതുപോലത്തെ പ്രശ്നം ഇവിടെ നിൽക്കുന്ന ആള് ഫ്രണ്ടിലേക്ക് എത്തും. അപ്പോൾ ആ ഡോറുണ്ടെങ്കിൽ ഒരു നല്ലതാണ്. ആ ഡോർ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അവിടെ എന്തോ ഒരു സാധനം, ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് എന്തോ ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ. ഇത് ദാമോദർ രുദ്രയുടെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. നമ്മൾ മൈൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കേട്ടോ, പ്ലസൻറ്റ് ഫീലിൽ. ഒരു എന്താ പറയുക, കാപ്പി കളറായിട്ടുള്ളൊരു ആണ് അതിൻ്റെ ഒരു മറ്റെന്താ പറയുക, സീറ്റിൻ്റെ ഇരിക്കണ ഭാഗമൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ബെഡൊക്കെ നോക്കി അവരുടെ പേര് കിങ് ലൈൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലഗേജിൻ്റെ ഏരിയ, ലഗേജൊക്കെ വയ്ക്കാൻ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ബ്രൗൺ കളറിലാണ് മുകളിലുള്ള ടോപ്പ്, അത് ചളിയായി അറിയില്ല. ആ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല വൈബായിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കിങ് ലൈൻ്റെ സീറ്റർ കം സ്ലീപ്പറാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഈ ഒരു സൈഡ് സീറ്റും ഈ ഒരു സൈഡ് സ്ലീപ്പർ ബെർത്തുകളാണ് വരുന്നത്. സ്ലീപ്പർ ബെർത്തിൻ്റെ ഒരു സിംഗിൾ ബെർത്ത് കാട്ടിത്തരാം. ഇതാണ് സിംഗിൾ ബെർത്തിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഇവിടെ മെറൂൺ തീമിലാണ് അതിൻ്റെ, മെറൂൺ എന്ന് പറഞ്ഞാൽ ബ്രൗൺ തീമിലാണ് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഹാൻഡ് റെസ്റ്റ് കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇത് നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണം കേട്ടോ, ലെതറാ തോന്നുന്നു. പിന്നെ മൊബൈൽ ഹോൾഡർ, ചാർജർ പോർട്ടൽസ്, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നോക്കി ഇതുപോലെയാണ് ഇതിൻ്റെ ലൈറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ. 2 ടൈപ്പ് ലെയർ ലൈറ്റ് വരും ഉണ്ടോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. കർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി, നല്ല ഭംഗിയുള്ള കർട്ടനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ലഗേജ് ബോക്സിൻ്റെ ഏരിയ, പിന്നെ നമ്മുടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, കിങ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ മുകളിലും കിങ് ലൈൻ ട്രാവൽസ് എന്നിട്ട് കാണാൻ സാധിക്കും. പില്ലോൻ്റെ മുകളിലും കിങ് ലൈൻ ട്രാവൽസ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലുള്ള മെറ്റീരിയലൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, ബീഡിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഉഷാറാണ്. സീറ്റർ കം സ്ലീപ്പർ 24 സീറ്റുകൾ, 24 ബെർത്തുകളാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ എന്തായാലും ഉഷാറാണ് വണ്ടി. മുകളിൽ വരുമ്പോൾ AC ഫ്ലോറ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, വാം ലൈറ്റ് ക്രീമോട് കൂടി വരുമ്പോൾ നല്ല വൈബാണ്, അതാണ് എൻ്റെ ഒരു രസം. പിന്നെ അടിയിൽ നമ്മുടെ വുഡൻ ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട്. വോൾവോൻ്റെ ഒക്കെ പോലെയുണ്ട് ശരിക്കും കൊടുത്തേക്കണേ. ഇത് വാഷ്റൂമിൻ്റെ ഏരിയ ആണ്, അതാണ് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് വണ്ടി ഈ ഭാഗത്ത് എത്തുമ്പോൾ കിടക്കണേ കേട്ടോ.
ആർക്കും ശല്യമൊന്നുമില്ല. അപ്പുറത്തെ ഭാഗത്ത് കൂടെയാണല്ലോ അതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ. ഇത് സെമി സ്ലീപ്പർ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഹാഫ് സപ്പോർട്ടും കാര്യങ്ങളോട് കൂടിയിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ശല്യമില്ല. ചില ആൾക്കാർക്ക് സെമി സ്ലീപ്പർ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ സെമി സ്ലീപ്പർ വണ്ടി ഇതുപോലെ ഹാഫ് സപ്പോർട്ട് കൂടിയുള്ള വണ്ടി സെറ്റാക്കിയിട്ട് പോകാൻ പറ്റും. വാഷ്റൂമും ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എപ്പോഴും നല്ലതാണ് ഈ വാഷ്റൂം സൗകര്യമൊക്കെ ഉള്ള ഈ ടൈപ്പ് മോഡൽ വണ്ടി. ഇത് ആ ബ്ലോറാണ് നമ്മുടെ ഏസിയുടെ. 2 സ്ഥലത്ത് അതിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പണിങ് ബ്ലോറല്ല, ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു ഏരിയ തോന്നുന്നു. ബ്ലോർ ഈ ഭാഗത്താണ് വരണത്. ഇതാണ് ബ്ലോർ ഏസിയുടെ ആ എമർജൻസി എക്സിറ്റ് ആണ് കേട്ടോ, ബ്ലോറൊന്നുമല്ല, എമർജൻസി എക്സിറ്റ്. കാരണം ഇവിടെയും കൊടുത്തിട്ടുണ്ട് എക്സിറ്റ്. ഇപ്പോൾ ഈ രീതിയിലേക്കാണ് കേട്ടോ അവരത് കൊടുക്കുന്നത്. ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കിങ് ലൈൻ ട്രാവൽസ് അവരുടെ ആ നെയിമോട് കൂടിയിട്ടുള്ള നമ്മുടെ സൂചന ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എമർജൻസി എക്സിറ്റിനാണ് ഇത് ഈ ഒരു ഭാഗം. എന്തായാലും ഉഷാറായിട്ടുണ്ട് വണ്ടി കേട്ടോ. എന്തായാലും അടിപൊളി. നമ്മൾ അന്ന് ചെയ്ത മൈൽ കണക്ട് പിന്നെ ഫുള്ളി സ്ലീപ്പർ ആയിരുന്നല്ലോ, അത് വേറൊരു രീതി. ഇതൊരു ക്രീം ആണ് ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രീം തീമിലാണ് എല്ലാം വന്നിട്ടുള്ളത്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഈ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ നല്ല അടിപൊളിയാണ്. ഞാൻ ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് പോവാം നമുക്ക്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഡോറിൻ്റെ അവിടെ വേണം കേട്ടോ. അത് ആൾക്കാർ ഒറ്റ പോക്കാൻ പോകും. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് കൊടുത്തേക്കണേ. ഒട്ടിക്കലൊന്നും പോരാ ഇത് ശരിക്കും. ഇത് അപകടം വരുത്തി കൂട്ടുന്ന ഒരു പരിപാടിയാണ്. ആൾക്കാരുടെ തല പോയിട്ട് അപ്പുറത്ത് പോയിട്ടിരിക്കും. ഫ്രണ്ടിൽ വരികയാണെങ്കിലേ എൻജിൻ സ്റ്റാർട്ടിലാണ്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെയാണ്. ഭാരത് ബെൻസിൻ്റെ 13 മീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി കൂടി വന്നിട്ടുണ്ട്. അത് അടുത്ത് ഇറങ്ങുമെന്നാണ് പറയണേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വരുന്നത്. പ്ലസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ പോലെ 3 ക്യാമറ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മുടെ ക്യാമറ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിരിക്കണം. ഞാൻ ഇതിന് മുന്നേ നമ്മൾ മൈൽ കണക്ട് ചെയ്ത സമയത്ത് കാണിച്ച അതേ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ക്യാബിൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കണേ. ഇവിടെ സാമി ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉറക്കം പറയണേ, കാരണം വെച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ടായണേ. പക്ഷേ എഞ്ചിൻ്റെ നോയ്സ് കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് അടിക്കുന്നുണ്ട്. അതെന്താ ഓപ്പണായി കിട്ടാൻ കാരണമെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഡ്രൈവർക്ക് കയറാൻ ടാസ്ക്കാണ്. അതേ മുകളിൽ കൂടെ ചവിട്ടിയിട്ട് വേണം കയറാനായിട്ട്. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ലഗേജൊക്കെ വെക്കാം. ഒരാൾക്ക് ബാക്കിൽ, ഡ്രൈവറുടെ ബാക്കിലായിട്ട് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. അതിനൊരു സ്പേസ് ഉണ്ട്. പിന്നെ കുറേ സ്വിച്ച്, നമ്മുടെ പഴയ മെയിൻ സ്വിച്ചിൻ്റെ ബോർഡ് പോലെ കുറേ സ്വിച്ചുകളൊക്കെ എടുക്കിയിട്ടുള്ളൊരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാമോദർ, പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആലമ്പായിട്ടൊന്നും ചെയ്തിട്ടില്ല. ക്യാമറ കാര്യങ്ങൾ, ഫാന്, പിന്നെ ഒരു എമർജൻസി എക്സിറ്റ്, ഇവിടെ ചെറിയൊരു എയർ വെൻറ്റും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറയുണ്ട്, ചെറിയൊരു സ്പീക്കർ, കാർബണിൻ്റെ, ഇത്രയ്ക്കൊക്കെയാണ് പോലെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു പേരൻസ് ഷൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പില്ലറിൻ്റെ മുകളിലൊക്കെ ഈ ഒരു മറ്റേ സംഭവം ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട്. എന്താ റെക്സിങ് നന്നായിരിക്കുന്നുണ്ട്. വാഷ്റൂമാണിത്, ജസ്റ്റ് തുറന്ന് കാട്ടിത്തരാം. സ്വിച്ച് തൊട്ട് വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറിയ ഇതാണ് എൻ്റെ വാഷ്റൂം. യൂറിനിൽ മാത്രമേ ഉള്ളൂ. പ്ലീസ് ഫ്ലഷ് യൂറിനൽ ആഫ്റ്റർ യൂസ് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യണത് യൂറിനിൽ മാത്രം, വേറെ ഒന്നും ചെയ്യരുത്. കെമിക്കൽ ടോയ്ലറ്റാണിത്. സൈഡിൽ എന്താ പറയുക, മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ. വാഷ്റൂം വൃത്തിയിൽ യൂസ് ചെയ്യുക, എല്ലാവരും വാഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം യൂസ് യൂറിനൽ ഓൺലി, അതർവൈസ് 200 ഫൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്പേസ് ബസ്സിൽ പതുക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഫ്ലഷ് അടിക്കണം, മറക്കരുത്. അപ്പോൾ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഉണ്ട്. റെസ്റ്റ് റൂം 2 പേർക്കും ഉണ്ട്, പക്ഷേ കൂടുതൽ സ്ത്രീകൾ യൂസ് ചെയ്യാം ആവശ്യാനുസരണം. അപ്പോൾ ഇതാണ് നമുക്ക് അടയ്ക്കാം. വാഷ്റൂം പുറത്തുനിന്നാണ്, വണ്ടിയുടെ പുറത്ത് ഇതണ്ട, ഇങ്ങനെ പുറം വശത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ല് കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ കെമിക്കൽ ടോയ്ലറ്റിന് സ്മെല്ല് ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഉണ്ടല്ലേ. ഇതാണ് അതിൻ്റെ മൊത്തത്തിലൊരു യുദ്ധയുടെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ കടൽ മച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു ക്രിസ്റ്റയിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് കിട്ടുകയെന്ന് നോക്കാമല്ലേ. നമസ്കാരം. നിങ്ങൾ കടൽ മച്ചാൻ്റെ പെങ്ങളാണല്ലോ. ഓക്കെ. ഞാനൊരു മച്ചാനാണ് കേട്ടോ, വണ്ടി മച്ചാൻ, എനിക്കൊരു ചാനല്. അപ്പോൾ അമ്മേനെ കാണിക്കാം. അപ്പോൾ പെങ്ങളാണ് കേട്ടോ അത്. ഇതാണ് കടൽ മച്ചാൻ്റെ അമ്മ. നമസ്കാരം. നമസ്തേ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പൊ നമ്മളുള്ളത് കിങ് ലൈൻ ബസ്സിലാണ്.
ഓൾറെഡി ഇവര് കണ്ണൂരുകാരാണ്. അപ്പൊ യാത്രകൾക്ക് പുതിയ പുതിയ എന്താ അനുഭവങ്ങളും ഫാഷനും ഒക്കെ ചേർത്തുള്ള ഒരു ബസ്സാണിത്. അപ്പൊ ബാംഗ്ലൂർ ടു കണ്ണൂരാണോ എങ്ങോട്ടാ? അതാ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഇവരുടെ അടുത്ത് ചോദിക്കാം. പക്ഷെ നമ്പരും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. ഈ ബസ്സില് എന്താ പറയുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇതിൽ തന്നെ കയറുക. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ബസ് കാണുന്നത്. അപ്പൊ ഒരുപാട് ഹാപ്പി. നമ്മൾ കുറെ ട്രാവൽ ചെയ്തു നോക്കി, അടിപൊളി. താങ്ക് യു. പിന്നെ ചേട്ടൻ്റെ ഡ്രൈവറാണല്ലേ? സമയമൊക്കെ എപ്പോഴാണ്? സമയം നമ്മൾ ചിറ്റാരിക്കാലിനാണ് സ്റ്റാർട്ടിങ്. കാസർഗോഡ് കണ്ണൂർ ബോർഡറാണ് ചിറ്റാരിക്കാൽ. അവിടെ 6:45 പുറപ്പെടുക. പിന്നെ ചെറുപുഴ, ആലക്കോട്, നടുവില്, പിന്നെ ചെമ്പേരി, പയ്യാവൂര്, തളിപ്പുറത്ത്, കണ്ണൂർ, ഇരട്ടി, അങ്ങനെ റൂട്ട്. വിരാജ്പേട്ട, കോഴിക്കോട്. ബാംഗ്ലൂർ എത്ര മണിക്കെത്താം? ബാംഗ്ലൂര് മടിവാള ഏകദേശം 5:15 അതുപോലെ തിരിച്ച് എപ്പോഴാണ് ബാംഗ്ലൂരിന്? ബാംഗ്ലൂരിന് വൈകുന്നേരം ക്രിസ്ത്യാനിറ്റി കോളേജ് കൊത്തന്നൂർ, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടെ വൈകുന്നേരം 6:45 സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് കണ്ണൂർ എപ്പോഴത്തെ? എന്താ പേര്? വീട്? വീട് പയ്യാവൂർ. അതെല്ലേ? ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കണ്ണൂർ ഡ്രൈവർ തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ രുദ്ര, ദാമോദരൻ്റെ രുദ്ര നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നല്ല ഉപ്പം വണ്ടിയല്ലേ? വണ്ടി മച്ചാൻ ഓടിച്ചില്ലെങ്കിൽ പിന്നെ ആരോ ഓടിക്കുക? വണ്ടി കയറണം. ഫോൺ എടുക്കും. ഡ്രൈവ് നമ്മൾ ഇവിടുത്തെ ഓടിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. ചെറിയൊരു ഡ്രൈവ് തോന്നുന്നതാണ്. ഹലോ, അതാണോ നമ്മുടെ എയർപോർട്ടിൽ കൂടെ തന്നെ കാട്ടി കൊടുത്ത ചേട്ടാ? നല്ല രസമാണ്. കാർ കുടിക്കണ പോലെ ഇങ്ങനെ ഓടിക്കാം. ഗിയറെല്ലാം നല്ല സ്മൂത്ത് ആണല്ലേ? അതെ, നല്ല രസമാണ്. നല്ല ട്രാവലറൊക്കെ കറക്റ്റ് ഫംഗ്ഷനാണ്. ട്രാവലറിൻ്റെ ഒരു അതാണ്. 13.5 മീറ്റർ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ടോ? അതാ ഓടിച്ചിട്ടുള്ളൂ. കുറെ വണ്ടികൾ എടുത്തിട്ടുണ്ട്. ട്രാവലറിൻ്റെ ഒരു കണ്ടില്ലേ? അത് ഇടുമ്പോഴേക്കും അത് പവർ അതിന്റെ നല്ല ബ്രേക്കിംഗ്. അത് തന്നെയാണ് എല്ലാവരും ഭാരത് മത്സരത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം. കൈ ഇങ്ങനെ എന്ത് രീതിയിൽ ഇങ്ങനെ ഓടിച്ചിങ്ങനെയൊക്കെ കയറ്റാൻ പറ്റുന്നുണ്ട്. അത് കാർ ഓടിക്കുന്ന ഒരു ഫീലില് റോഡും നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇതില് യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു ഫീൽ ആയിരിക്കും ഇതിന്. വാഷ്റൂം ഉണ്ട്. അതുപോലെ തന്നെ സീറ്റർ ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ലെഗ് റെസ്റ്റും എല്ലാം കൊടുക്കുന്നുണ്ട്. വണ്ടി മച്ചാൻ ഇതില് എന്താണ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ പ്രധാന കാരണം? ഈ വണ്ടിയെ സംബന്ധിച്ച് വാഷ്റൂം ഉള്ളത് തന്നെ. നമ്മുടെ മറ്റേ വണ്ടി ഇതാ. അല്ല, നമുക്ക് അങ്ങനെ ഒരു ചാനൽ നടക്കൂടാ. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വണ്ടി റൂട്ട് വരുന്നത് ചെറുപുഴ, കണ്ണൂര്, ബാംഗ്ലൂർ അല്ലേ? ചെറുപുഴ, കണ്ണൂര്, ബാംഗ്ലൂര്, ചെമ്പേരി, ശ്രീകണ്ഠാപുരം, പയ്യാവൂര്, അങ്ങനെയാണ് റൂട്ട്. പയ്യാവൂര്, ഇരട്ടി, ബാംഗ്ലൂര്. അപ്പൊ ടൈമിംഗ് ഒന്ന് പറയോ? നമ്മുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ എന്നാണ് നമ്മൾ ചെറുപുഴയ്ക്ക് മുമ്പുള്ള ചിറ്റാരിക്കാൽ നമ്മൾ 7 മണിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചിറ്റാരിക്കാലിൽ ചെറുപുഴ 7:10 ആകുമ്പോഴത്തേനും വണ്ടി വരും. പിന്നെ കണ്ണൂർ നമ്മൾ 10 മണിയാവും വരുമ്പോൾ. പിന്നെ നമ്മൾ വാഷ്റൂം ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ആവുന്നില്ല. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇത് പ്ലസ് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊത്തന്നൂരിൽ നിന്നാണ് വരുന്ന വണ്ടി. കൊത്തന്നൂർ പോലീസ് സ്റ്റേഷൻ അടുത്ത് 7 മണിക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നു.
തിരിച്ച് നമ്മൾ കണ്ണൂർ വരുന്നത് ഏകദേശം ഒരു 4 മണിക്കടുത്താവും. നമ്മുടെ പ്രിന്റോ ബ്രോ, നമ്മുടെ ഓണർ പ്രിന്റോ ബ്രോന്റെ ഒരു 6 മണി 6:30ക്കുള്ളിൽ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലേ നമ്മൾ ചെറുപുഴ എത്തും. അങ്ങോട്ടാണേലും നമ്മൾ അതുപോലെ തന്നെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കണമെന്ന് ഹൈപ്പൊക്കെ കൊടുക്കുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സീറ്റില് ഞാൻ ഒന്ന് ഇനി യാത്ര ചെയ്ത് നോക്കട്ടെ. അങ്ങനെ വണ്ടി മച്ചാൻ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യാണ്. നമുക്ക് യാത്രാ സുഖം എങ്ങനെയുണ്ടെന്ന് മച്ചാനോട് ചോദിച്ചറിയാം. ഇത് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് റീക്ലൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുക. ചില ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. പിന്നെ കാഫ് സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെതായ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ അതുപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, റീഡിംഗ് ലൈറ്റ് അങ്ങനെ ഉണ്ട്. അതുപോലെ കപ്പ് ഹോൾഡർ, എല്ലാ സൗകര്യവും ഉണ്ട്. സുഖമായിട്ട് സെമി സ്ലീപ്പർ വണ്ടിയാണെങ്കിലും മീൻസ് ഇത് ഇരിക്കുന്നത് സെമി സ്ലീപ്പർ സെറ്റപ്പിലാണ്. ഇതാണെങ്കിൽ അടിപൊളിയാണ്, യാത്ര ചെയ്യാനുള്ള സുഖമാണ്. ഞാനതിൽ കിടന്നിട്ടുള്ളൊരു കംഫർട്ടിന്റെ കൂടി ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിലെന്ന് പറഞ്ഞാല് നമുക്ക് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തണുപ്പാണേലും എല്ലാം നമുക്ക് യാത്രക്കാർക്ക് അറിയില്ലല്ലോ. നമുക്ക് ഇത് ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ നിങ്ങൾ കൊടുക്കും. വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്നാക്സ് ഉണ്ടോ? സ്നാക്സ് നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല. നമുക്ക് തന്നെ ക്ലീനിങ്ങിൻ്റെതായ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ വണ്ടികളിൽ അതാണ് ബുദ്ധിമുട്ട്. ഈ കൂറ പോലത്തെ ഉറുമ്പും കാര്യങ്ങളും അത് നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാത്ത നിലവിൽ അത് കാരണം. നമുക്ക് മച്ചാനൊന്ന് നമുക്ക് കിടന്നൊന്ന് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ചെരുപ്പുണ്ടല്ലോ, ശരിക്കും ഇങ്ങനെ ഇടാൻ പാടില്ല. ഇങ്ങനെ ബാക്കിൽ അടിയിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് സുഖമായിട്ട് ഇങ്ങനെ ഫോണൊക്കെ ഇവിടെ വെക്കാനുള്ള ഫോൺ വെക്കാനുള്ളതുകൊണ്ട് ചാർജിങ് പോർട്ട് നമുക്ക് ചാർജിങ് പോർട്ട് നമുക്ക് USB വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 പിൻ നമുക്ക് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് നമുക്ക് നമ്മുടെ ബാഗ് വെക്കാനും വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ട് ഇത് വരുന്നുണ്ട്. എന്തായാലും നല്ലതാണ്, നല്ല രസമാണ് വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നന്നായിരിക്കും, നല്ല കംഫർട്ടാണ്. അപ്പോൾ എന്തായാലും ചെറുപുഴ കണ്ണൂർ ബാംഗ്ലൂർ റൂട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നിലവിൽ സർവീസ് ഓടുന്നുണ്ട്. അപ്പോൾ അതിൽ നിലവിൽ സർവീസ് ഉണ്ട്. അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിത് വരുന്നത്. അതിന് നമ്മൾ പുതിയ റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നിലവിൽ അതിൻ്റെതായ ഇത് വന്നിട്ടില്ല. നമുക്ക് നോക്കുന്നുണ്ട് നല്ല റൂട്ടിൽ നമ്മൾ കിങ്ലൈൻ്റെ വണ്ടികൾ നമ്മൾ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കൂടുതൽ വണ്ടികൾ വരട്ടെ. എന്തായാലും ഫുൾ സപ്പോർട്ടുള്ള ക്യൂ ആണ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും വണ്ടികൾ ഇതുപോലെ പുതിയത് ഇങ്ങനെ ഇറക്കട്ടെ. നമ്മുടെ മുതലാളിമാർ നമുക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾ അതുപോലെ നിൽക്കുന്നതാണ്. അതാണ് നമുക്ക് ഇത് എനിക്ക് എൻ്റെ വീഡിയോ എടുത്ത് തരണ ചേട്ടനൊന്ന് കാട്ടിത്തരാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൽഫ്രഡ് എന്നാണ്. ഓക്കെ. ശരിക്കും ഇംഗ്ലണ്ടിൻ്റെ ആരായിട്ട് വരും? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാഫാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കി ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. എന്തായാലും അദ്ദേഹം നല്ല സപ്പോർട്ടാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുത്തതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് ഒരുപാട്. സ്റ്റാഫാണ്, വൈശാഖ് എന്ന് പറയും. ഓക്കെ. ഞാൻ നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹം എന്താ ഡ്രൈവറാണ്. ഓക്കെ. നമ്മളെല്ലാം ചെറുപുഴ ഭാഗത്തുള്ള സ്റ്റാഫുകളാണ്. വീട് ചെറുപുഴയിലാണ്. എൻ്റെ വീട് ഇരിട്ടി ആറളത്ത്. ഉടുവള്ളിയാണ് താമസം. ഇനിയിപ്പോൾ നിങ്ങൾ എന്നാ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? നിലവിൽ ഒരാഴ്ചക്കുള്ളിൽ ഓടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഓടി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു. അതെ. അതുപോലെ നമ്മുടെ കിങ്ലൈൻ്റെ ചാനലും ഫോളോ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അല്ലേ? അത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. ചാനലും ഫോളോ ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ വിജയം. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം. അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇവിടെ എത്തിയ മച്ചാന് വളരെ നന്ദി. അയ്യോ, ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞേ അല്ലേ? അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇവിടെ വലിയൊരു യൂട്യൂബറെ കണ്ടു, നമ്മുടെ കടലൻ മച്ചാൻ. അതൊക്കെ നമ്മുടെ മുതലാളിയുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ. ഞാനൊരു മച്ചാനാണ്. എല്ലാം ഓരോരോ മച്ചാന്മാരാണ്. ഓരോ മച്ചാന്മാരല്ലേ? അതെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടായിരിക്കുമല്ലേ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്? വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ വീഡിയോ അവിടെ എടുത്ത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഇതിനും വലിയ കാഴ്ചകളുണ്ട് അവരുടെ നാട്ടിൽ എന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. കറുകുറ്റിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്.
എന്താ പറയുക, വല്ലാത്തൊരു സംഭവം കേട്ടോ. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു അവിടെ ഡെലിവറി നമ്മൾ കണ്ടില്ലേ, അതിനെ ഡെലിവറി ഫംഗ്ഷൻ ഉണ്ടായിരുന്ന ചെണ്ടമേളം മറ്റു സംഭവങ്ങളൊക്കെ തന്നെ ഇവരുടെ നാട്ടിലും ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗംഭീര ചെണ്ട മേളങ്ങളും അതുപോലെ തന്നെ അവിടെ വെടിക്കെട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മൂടൽ മഞ്ഞ പോലെ തോന്നുന്നത് ആ വെടിക്കെട്ടിൻ്റെ പുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക്. സ്റ്റോണിൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവരുടെ ഷെഡൊക്കെ വെച്ചിട്ടുള്ളത്. അടിപൊളി ആയിരിക്കുന്നുണ്ട് ഇവരുടെ ഷെഡ് കാണാനായിട്ട്, കിങ് ലൈൻ ട്രാവൽസിൻ്റെ. അപ്പോൾ എന്തായാലും ഈ നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. വരണ വഴിയിലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെ ആനയിച്ചിട്ടാണ് കൊണ്ടത്. ഞാൻ അതിൻ്റെ വീഡിയോ വിശ്വസിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗംഭീരമായിരുന്നു. എന്തായാലും അവിടെ എത്തിയപ്പോൾ ജനങ്ങൾ നാട്ടുകാർ ഫുള്ള് ഇവരെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ഒരു കുടുംബം പോലെ ഈ വണ്ടീനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും ഈ ഒരു വിശേഷങ്ങളും അത് നിങ്ങൾക്ക് എത്തിക്കാനും അതുപോലെ തന്നെ എന്നെ ഇത് നിങ്ങൾക്ക് എത്തിക്കാൻ സഹായിച്ച പ്രിൻറ്റോ ചേട്ടനും ടിജോ ചേട്ടനും നന്ദി പറയുകയാണ്. അവർ വിളിച്ച കാരണമാണ് എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റിയതൊക്കെ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രിൻറ്റോ ചേട്ടൻ്റെ അടുത്തും ടിജോ ചേട്ടൻ്റെ അടുത്തും. എന്തായാലും കണ്ണൂർ ചെറുപുഴ ബാംഗ്ലൂർ റൂട്ടിലാണ് ഈ വണ്ടി ഓടാൻ പോകുന്നത്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വാഷ്റൂം അടക്കമുള്ള വണ്ടിയാണ്, സീറ്റർ കം സ്ലീപ്പറാണ്. നന്നായി വരട്ടെ, എല്ലാ ആശംസകളും നേരെയാണ്. ഒരുപാട് വണ്ടികൾ ഇനി അവർക്ക് എടുക്കാൻ പറ്റട്ടെ, നമുക്കും ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ. ലേശം നിങ്ങൾ ആ മേള കൂടി ഒന്ന് കണ്ടുപോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.